നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിലെ സത്യം എന്താണ്? ശരിക്കും അദ്ദേഹം ഒരു വിമാനാപകടത്തിൽ മരിച്ചിരുന്നോ? അതോ സർക്കാർ പുറത്തുവിട്ട രേഖകൾ ഇന്നും പുറത്തറിയാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നേതാജിക്ക് ശേഷം INA ഉദ്യോഗസ്ഥരെ ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്തു? ആ വിചാരണകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? പിന്നീട് അരങ്ങേറിയ വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ, ഡയറക്റ്റ് ആക്ഷൻ ഡേ തുടങ്ങിയ നിർണായക ഘട്ടങ്ങൾ രാജ്യത്തെ ഏത് വഴിയിലേക്കാണ് നയിച്ചത്? മുറിവേറ്റ മനസ്സുകളുമായി ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിക്കൽ എത്തിയെന്ന ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ടു മോണോലിത്ത് ഫ്രീഡം സ്ട്രഗിൾ എപ്പിസോഡ് 9. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ INAയുടെ നിലനിൽപ്പ് അപകടത്തിലായി. ബ്രിട്ടീഷുകാരുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ നേതാജി തിരഞ്ഞെടുത്ത വഴി സോവിയറ്റ് യൂണിയനിലേക്ക് കടക്കുക എന്നായിരുന്നു. ഓഗസ്റ്റ് 17-ന് സെഗോണിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഓഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് തായ്വാനിലെ തായ്ഹോക്കു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ ജാപ്പനീസ് ബോംബർ വിമാനം തകർന്നു വീണു. വിമാനത്തിന്റെ പ്രൊപ്പല്ലർ വേർപെട്ടതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. തീപിടിച്ച വിമാനത്തിൽ നിന്നും ഗുരുതരമായി പൊള്ളേറ്റ നിലയിലാണ് നേതാജിയെ പുറത്തെടുത്തത്. അന്ന് രാത്രി തായ്ഹോക്കു മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചുവെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 20-ന് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുകയും സെപ്റ്റംബറിൽ ചിതാഭസ്മം ജപ്പാനിലെ ടോക്കിയോയിലേക്കുള്ള റെങ്കോജി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അപകട സമയത്ത് നേതാജിക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന ഏക ഇന്ത്യക്കാരൻ കേണൽ ഹബീബുർ റഹ്മാൻ ആയിരുന്നു. നേതാജിക്ക് വസ്ത്രത്തിൽ തീപിടിച്ചപ്പോൾ അത് അണയ്ക്കാൻ ശ്രമിച്ച ഹബീബുർ റഹ്മാനും പൊള്ളലേറ്റിരുന്നു. ആശുപത്രിയിൽ നേതാജിയുടെ അവസാന നിമിഷങ്ങളിൽ താൻ കൂടെയുണ്ടായിരുന്നുവെന്നും ഭാരതം ഉടൻ സ്വതന്ത്രമാകും, അത് തുടരാൻ ഇന്ത്യക്കാരോട് പറയുക എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദേശമെന്ന് ഹബീബുർ റഹ്മാൻ മൊഴി നൽകി. പിൽക്കാലത്ത് ഷാനവാസ് കമ്മീഷന് മുന്നിലും അദ്ദേഹം ഈ മൊഴി ആവർത്തിച്ചു. എന്നാൽ നേതാജിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു എസ്കേപ്പ് പ്ലാനിന്റെ ഭാഗമായി അദ്ദേഹം കള്ളം പറയുകയെന്നാണ് ഒരു വിഭാഗം ഇന്നും വിശ്വസിക്കുന്നത്. നേതാജിയുടെ മരണവാർത്ത പുറത്തുവിടാൻ ജപ്പാൻ 5 ദിവസം വൈകിച്ചു. ഇത് സംശയങ്ങൾക്ക് കാരണമായി. മരണപ്പെട്ട നേതാജിയുടെ ചിത്രം പോലും അവർ പുറത്തുവിട്ടില്ല. കൂടാതെ മരണ സർട്ടിഫിക്കറ്റിലെ വൈരുദ്ധ്യവും ശവസംസ്കാര ചടങ്ങുകളിലെ രഹസ്യ സ്വഭാവവും ജനങ്ങളിൽ അവിശ്വാസം പലർത്തി. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നുവെന്നും സ്റ്റാലിന്റെ തടവിലായിരുന്നുവെന്നും ഒരു ശക്തമായ വാദം നിലനിന്നിരുന്നു. 1985-ൽ ഉത്തർപ്രദേശിലെ ഹൈദരാബാദിൽ അന്തരിച്ച ഭഗവാൻജി എന്ന് വിളിക്കുന്ന ഗുംനാമി ബാബ എന്ന സന്യാസി നേതാജി തന്നെ ആയിരുന്നു എന്ന സിദ്ധാന്തം ഇന്നും സജീവമാണ്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത സാധനങ്ങളും നേതാജിയുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം പുലർത്തിയ രഹസ്യ കത്തിടപാടുകളും ഈ സംശയത്തിന് ബലം നൽകുന്നു. ജവഹർലാൽ നെഹ്റു നിയോഗിച്ച ഈ കമ്മീഷൻ വിമാനാപകടം സത്യമാണെന്നും നേതാജി മരിച്ചുവെന്നും സ്ഥിരീകരിച്ചു. എന്നാൽ നേതാജിയുടെ സഹോദരൻ സുരേഷ് ചന്ദ്രബോസ് ഈ റിപ്പോർട്ടിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. 1970-ൽ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് നടന്ന ഖോസ്ല കമ്മീഷനും ഈ അന്വേഷണം ശരിവെച്ചു. പക്ഷേ 1999 മുതൽ 2005 വരെ വാജ്പേയി സർക്കാർ നിയമിച്ച ജസ്റ്റിസ് MK മുഖർജി കമ്മീഷൻ വിപ്ലവകരമായ ഒരു കണ്ടെത്തലാണ് നടത്തിയത്. 1945-ൽ തായ്പോയിൽ അങ്ങനെ ഒരു വിമാനാപകടം നടന്നിട്ടില്ലെന്നും എങ്കോജി ക്ഷേത്രത്തിനുള്ളിലേത് നേതാജിയുടെ ചിതാഭസ്മമല്ലെന്നും കമ്മീഷൻ റിപ്പോർട്ട് നൽകി. എന്നാൽ ആവശ്യമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അന്നത്തെ UP സർക്കാർ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ദശകങ്ങളായി പൂട്ടിവെച്ചിരുന്ന നേതാജിയുമായി ബന്ധപ്പെട്ട 100-ലധികം രഹസ്യ ഫയലുകൾ 2016 ജനുവരിയിൽ മോദി സർക്കാർ പുറത്തുവിട്ടു. ഈ ഫയലുകളിൽ നിന്നും ലഭിച്ച ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം 1948 മുതൽ 68 വരെയുള്ള 20 വർഷക്കാലം ഇന്റലിജൻസ് ബ്യൂറോ നേതാജിയുടെ കുടുംബത്തെയും കൊൽക്കത്തയിലെ വസതിയെയും കടുപ്പമേറിയ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു എന്നതാണ്. നേതാജി ജീവിച്ചിരിപ്പുണ്ടോ എന്നും അദ്ദേഹം കുടുംബമായി ബന്ധപ്പെടുന്നുണ്ടോ എന്നും അറിയാനായിരുന്നു ഈ നിരീക്ഷണം. അദ്ദേഹം മരിച്ചിരുന്നുവെന്ന് ഉറപ്പാണെങ്കിൽ എന്തിനാണ് ഒരു സ്വതന്ത്ര രാജ്യം സ്വന്തം വിമോചകന്റെ കുടുംബത്തിന് മേൽ ചാരപ്പണി നടത്തിയത് എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് നേതാജിയുടേതെന്ന് കരുതപ്പെടുന്ന ചിതാഭസ്മമാണ്. ഈ അവശിഷ്ടങ്ങൾ ആധുനിക DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അദ്ദേഹത്തിന്റെ മകൾ അനിതാ ബോസ് ഉൾപ്പെടെയുള്ളവർ കാലങ്ങളായി ആവശ്യപ്പെടുന്നു. ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ മാത്രമേ ഈ ചരിത്ര നിഗൂഢതയ്ക്ക് അന്ത്യം കുറിക്കാൻ കഴിയൂ. എന്നാൽ വിവിധ സാങ്കേതികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ ഇത് ഇന്നും നീണ്ടുപോകുന്നു. ചുരുക്കത്തിൽ ഔദ്യോഗിക രേഖകൾ വിമാനാപകടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലഭ്യമായ സാഹചര്യ തെളിവുകളും ഡീക്ലാസിഫൈഡ് ഫയലുകളും മറ്റൊരു കഥയാണ് പറയുന്നത്. നേതാജി എന്ന വിപ്ലവകാരിയുടെ അന്ത്യം ഇന്നും ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയായി തുടരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിയത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാളികളായിരുന്നു. നേതാജിയുടെ അസാന്നിധ്യത്തിൽ തടവിലാക്കപ്പെട്ട NIA ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വിവേകശൂന്യമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. ഇത് രാജ്യത്തുടനീളം ജനരോക്ഷത്തിന് വഴിയൊരുക്കി. 45 നവംബറിനും 46 മെയ്യിനും ഇടയിലാണ് ചരിത്രപ്രസിദ്ധമായ INA വിചാരണകൾ നടന്നത്. വിചാരണയ്ക്കായി ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്ത സ്ഥലം ഡൽഹിയിലെ ചെങ്കോട്ടയായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്റെ സൈന്യത്തിന് നൽകിയ മുദ്രാവാക്യം ചലോ ദില്ലി എന്നായിരുന്നു. ആ മുദ്രാവാക്യത്തിന് മറുപടി എന്നോണമായിരുന്നു ചെങ്കോട്ടയിൽ വെച്ച് തന്നെ അവരെ വിചാരണ ചെയ്ത് അവമാനിക്കാമെന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടിയത്. എന്നാൽ ഈ തീരുമാനം ജനങ്ങളുടെ ദേശീയ വികാരത്തെ ആളിക്കത്തിച്ചു. പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, മേജർ ഷാനവാസ് ഖാൻ, കേണൽ പ്രേംകുമാർ സഹകൾ, കേണൽ ഗുർബഖ് സിംഗ് ധില്ലൻ,
ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് കൂറുമാറി ജപ്പാനിനോട് ചേർന്ന് രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതായിരുന്നു അവർക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റം. ബ്രിട്ടീഷുകാർ ഇവർ മൂന്നുപേരെയും ഒന്നിച്ചു വിചാരണ ചെയ്യാൻ തിരഞ്ഞെടുത്തത് മതപരമായ വിവേചനം കാട്ടിയില്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു. എന്നാൽ ഫലം നേരെ തിരിച്ചായിരുന്നു. ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു സിഖുകാരനും ഒരേ ലക്ഷ്യത്തിനായി ഒരേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കണ്ട ഭാരതീയർക്കിടയിൽ ജാതിക്കും മതത്തിനും അതീതമായ ഒരു ദേശീയ ഐക്യം രൂപപ്പെട്ടു. ലാൽ ഖിലാസെ ആയി ആവാസ്, സഹവാൾ ഗില്ലൻ ഷാനവാസ്. അതായത് ചെങ്കോട്ടയിൽ നിന്നും ഒരു ശബ്ദമുയരുന്നു, അത് സഹവാളിന്റെയും ദില്ലന്റെയും ഷാനവാസിന്റേതുമാണ്. ഈ മുദ്രാവാക്യം തെരുവുകളിൽ അലയടിച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസും അകാലിദളും ഒരുപോലെ ഇവരെ പിന്തുണച്ചു. INA ഭടന്മാർക്ക് നിയമസഹായം നൽകാൻ കോൺഗ്രസ് ഒരു പ്രതിരോധ സമിതി രൂപീകരിച്ചു. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു. ഏകദേശം 25 വർഷത്തോളം അഭിഭാഷക വേഷം ധരിച്ചിരുന്ന നെഹ്റു തന്റെ സഹപ്രവർത്തകർക്കായി വീണ്ടും കറുത്ത കോട്ടണിഞ്ഞ് കോടതിയിലെത്തി. ഫൂലാഭായ് ദേശായി ആയിരുന്നു പ്രതിരോധ സംഘത്തിന്റെ തലവൻ. സർ തേജ് ബഹദൂർ സപ്രു, കൈലാസനാഥ് ഗഡ്ജു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഫൂലാഭായ് ദേശായിയുടെ വാദങ്ങൾ ലോക പ്രശസ്തമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വാദിച്ചു, അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയ്ക്ക് അവരുടെ വിമോചനത്തിനായി ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കാനും ഒരു സൈന്യത്തെ നയിക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് INA ഉദ്യോഗസ്ഥർ വിമതന്മാരല്ല, ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ സൈനികരാണ്. ഈ വാദങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും ബ്രിട്ടീഷുകാരെ പ്രതിരോധത്തിലാക്കി. INA വിചാരണകൾക്ക് നൽകിയ ആവേശം ഇന്ത്യൻ സൈന്യത്തിനുള്ളിലെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഫോടനം നടന്നത് 1946 ഫെബ്രുവരി 18 ബോംബെയിലാണ്. HMIS തൽവാർ എന്ന യുദ്ധക്കപ്പലിലെ നാവികർ സമരം പ്രഖ്യാപിച്ചു. കലാപത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു. മോശം ഭക്ഷണം, കുറഞ്ഞ ശമ്പളം, വംശീയ അധിക്ഷേപം, NIA ഭടന്മാരോടുള്ള ബ്രിട്ടീഷിന്റെ നിലപാട്. കലാപം പെട്ടെന്ന് തന്നെ ബോംബെയിൽ നിന്നും കറാച്ചിയിലേക്കും കൊൽക്കത്തയിലേക്കും പടർന്നു. 78 കപ്പലുകളും 20,000 നാവികരും ഈ വിപ്ലവത്തിൽ പങ്കുചേർന്നു. ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്കിന് പകരം കപ്പലുകളിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കൊടികൾ ഒരുമിച്ച് ഉയർത്തപ്പെട്ടു. കപ്പലുകളിലെ തോക്കുകൾ ബോംബെ നഗരത്തിന് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് നാവികർ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. നാവി കലാപം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. അതുവരെ അവർ വിശ്വസിച്ചിരുന്ന അവരുടെ ഏക കരുത്ത് ഇന്ത്യൻ സൈന്യമായിരുന്നു. സൈന്യത്തിനുള്ളിൽ വിപ്ലവം തുടങ്ങിയതിനാൽ ഇന്ത്യയിൽ തങ്ങൾക്ക് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ സൈന്യത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സൈനികർ സ്വന്തം സഹോദരന്മാർക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജിന്നയുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 23 നാവികർ കീഴടങ്ങിയെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ഈ സംഭവം. INA വിചാരണയിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനും നാട് കടത്താനും ഉത്തരവിട്ടു. രാജ്യത്തെ ജനരോഷം ഭയന്ന് കമാൻഡിംഗ് ചീഫ് ക്ലോഡ് ഓക്കിൻലൈക്കിന് ശിക്ഷകൾ റദ്ദാക്കേണ്ടി വന്നു. ഇത് ഭാരതീയരുടെ ധാർമ്മികമായ വിജയമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പുകമറ നീങ്ങിയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ പുതിയൊരു ചിത്രം തെളിഞ്ഞു വരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ സന്നദ്ധരാണെന്ന് വ്യക്തമായതോടെ ആർക്ക് അധികാരം കൈമാറണം എന്നതിനെ ചൊല്ലിയായിരുന്നു അടുത്ത രാഷ്ട്രീയം. ചതുരംഗ കളികളായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. ഐക്യഭാരതം എന്ന കോൺഗ്രസ് സ്വപ്നവും പാകിസ്ഥാൻ എന്ന മുസ്ലിം ലീഗിന്റെ വാശിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ കാലമായിരുന്നു ഇത്. 1945 ജൂണിൽ വൈസ്രോയി ലോർഡ് വേവൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്തബ്ധത അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വൈസ്രോയും കമാൻഡിംഗ് ചീഫും ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും ഇന്ത്യക്കാരായിരിക്കണം. ഇതിൽ സവർണ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സിംലയിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. എന്നാൽ ഈ ചർച്ചകൾ പരാജയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയുടെ കർക്കശമായ നിലപാട് കാരണമായിരുന്നു. കൗൺസിലിലെ എല്ലാ മുസ്ലിം പ്രതിനിധികളെയും നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായിരിക്കണം എന്ന് ജിന്ന വാദിച്ചു. എന്നാൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള മുസ്ലിം നേതാക്കളുള്ള കോൺഗ്രസ് ഇത് അംഗീകരിച്ചില്ല. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണെന്നും രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നുവെന്നും നെഹ്റുവും ഗാന്ധിയും ഉറപ്പു പറഞ്ഞു. ഈ തർക്കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ സിംല സമ്മേളനം പരാജയപ്പെട്ടു. 1935 അവസാനത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. പാകിസ്ഥാൻ എന്ന ആശയത്തിന് മേലുള്ള ഒരു ഹിതപരിശോധനയായിരുന്നു ഇത്. ഫലം വന്നപ്പോൾ ചിത്രം വ്യക്തമായി. ജനറൽ സീറ്റുകളിൽ 91% വോട്ട് നേടിയ കോൺഗ്രസ് വൻ വിജയം നേടി. എന്നാൽ മുസ്ലിങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി വിജയം നേടി. അതായത് മധ്യ നിയമസഭയിലെ എല്ലാ മുസ്ലിം സീറ്റുകളും അവർ നേടി. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയിൽ 2 രാഷ്ട്രങ്ങളുണ്ട് എന്ന ജിന്നയുടെ ടു നേഷൻ തിയറിക്ക് ജനാധിപത്യമായ കരുത്ത് നൽകി. മുസ്ലിങ്ങളുടെ ഏക പ്രതിനിധി താനാണെന്ന് ജിന്ന ഇതിലൂടെ തെളിയിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള വിടവ് ഇനി നികത്താൻ കഴിയാത്ത വിധം വലുതായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലൈമന്റ് അലി അയച്ച 3 അംഗ ഉന്നതതല സംഘമായിരുന്നു ക്യാബിനറ്റ് മിഷൻ. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. ഇന്ത്യയെ വിഭജിക്കാതെ ഒരു യൂണിയനായി നിലനിർത്താനുള്ള അവസാന ബ്രിട്ടീഷ് ശ്രമമായിരുന്നു ഇത്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച പദ്ധതി ഇതായിരുന്നു: ഇന്ത്യയെ വിഭജിക്കില്ല, പകരം ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവരും.
സംസ്ഥാനങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിക്കും. ഗ്രൂപ്പ് എ ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യകൾ, ഗ്രൂപ്പ് ബി വടക്ക് പടിഞ്ഞാറൻ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾ, ഗ്രൂപ്പ് സി ബംഗാളും ആസാമും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖല. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയിൽ മാത്രം കേന്ദ്രത്തിന് അധികാരം നൽകുക. തുടക്കത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഗ്രൂപ്പ് മാറാനുള്ള അധികാരം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് നെഹ്റു നടത്തിയ ഒരു പ്രസ്താവന ജിന്നയെ പ്രകോപിപ്പിച്ചു. എന്നാൽ വിഭാവനം ചെയ്ത പാകിസ്ഥാൻ ഇതിലൂടെ നഷ്ടപ്പെടുമെന്ന് ജിന്ന ഭയന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും പാകിസ്ഥാൻ നേടിയെടുക്കാൻ പ്രത്യക്ഷ സമരത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ക്യാബിനറ്റ് മിഷന്റെ പരാജയത്തിന് പിന്നാലെ പാകിസ്ഥാൻ എന്ന ആവശ്യം നേടിയെടുക്കാൻ പ്രത്യക്ഷ സമരത്തിന് ജിന്ന ആഹ്വാനം നൽകി. നമുക്ക് ഇന്ത്യ വിഭജിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കാം എന്നായിരുന്നു ലീഗിന്റെ നിലപാട്. ഓഗസ്റ്റ് 16 കറുത്ത ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ബംഗാളിൽ HS സുഹ്രാവർദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് സർക്കാരായിരുന്നു അധികാരത്തിൽ. കൽക്കട്ടയിൽ ഈ സമരം അതിഭീകരമായ വർഗീയ കലാപമായി മാറി. ഇത് ചരിത്രത്തിൽ ദി ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ് എന്നറിയപ്പെടുന്നു. വെറും 72 മണിക്കൂറിനുള്ളിൽ 6000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. തെരുവുകളിൽ ഒഴുകിയ ശവങ്ങളും രക്തങ്ങളും മാത്രമായിരുന്നു ബാക്കി. കൽക്കട്ടയിൽ തുടങ്ങിയ ഈ വർഗീയ വിഷം പതുക്കെ കിഴക്കൻ ബംഗാളിലെ നോവാഖായിലേക്കും ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും വ്യാപിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങൾക്ക് മേൽ വംശഹത്യയുടെ കറുത്ത നിഴൽ വീണ നാളുകളായിരുന്നു ഇത്. ഈ കലാപങ്ങൾ കാരണം ഇന്ത്യയുടെ വിഭജനം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പല കോൺഗ്രസ് നേതാക്കളും ചിന്തിച്ചു തുടങ്ങി. 1946-ന്റെ രണ്ടാം പകുതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരു വശത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണകൂടം രൂപം കൊള്ളുന്നു, മറുവശത്ത് വർഗീയതയുടെയും വിഭജനത്തിന്റെയും കരിനിഴൽ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റത്തിന്റെ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. കൊൽക്കത്തയിലെ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കിഴക്കൻ ബംഗാളിലെ നോവാഖാലിയിൽ അതിഭീകരമായ വർഗീയ കലാപം പുറപ്പെട്ടു. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് 77 വയസ്സുള്ള മഹാത്മാഗാന്ധി അവിടേക്ക് തിരിക്കുന്നത്. മറ്റെല്ലാ നേതാക്കളും ഡൽഹിയിൽ ഭരണപരമായ ചർച്ചകളിൽ മുഴുകിയപ്പോൾ ഗാന്ധിജി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ആ പദയാത്ര നടത്തി. 4 മാസത്തോളം അദ്ദേഹം നോവഖാലയിലെ ഗ്രാമങ്ങളിലൂടെ നഗ്നപാതനായി നടന്നു. സമാധാനത്തിന്റെ ഏകാംഗ സൈന്യം എന്നാണ് വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പിന്നീട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഓരോ വീട്ടിലും കയറി ഭയം അകറ്റാനും ഹിന്ദു മുസ്ലിം ഐക്യം വീണ്ടെടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. രാഷ്ട്രീയ വിജയങ്ങളെക്കാൾ മാനവികതയ്ക്ക് മുൻഗണന നൽകിയ ഗാന്ധിജിയുടെ ഈ യാത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പലായനമായിരുന്നു ഇത്. 46 സെപ്റ്റംബർ 2-ന് ഇന്ത്യയുടെ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ജവഹർലാൽ നെഹ്റു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. തുടക്കത്തിൽ മുസ്ലിം ലീഗ് ഈ സർക്കാരിൽ ചേരാൻ വിസമ്മതിച്ചു. എന്നാൽ പിന്നീട് ഒക്ടോബറിൽ അവർ സർക്കാരിന്റെ ഭാഗമായി. പക്ഷേ ഭരണം സുഗമമാക്കുന്നതിന് പകരം സർക്കാരിനെ ഉള്ളിൽ നിന്ന് തകർക്കാനാണ് ലീഗ് ശ്രമിച്ചത്. ലിയാഖത്ത് അലി ഖാൻ ധനമന്ത്രിയായതോടെ നെഹ്റുവിനെയും പട്ടേലിനെയും ഓരോ നീക്കങ്ങളും തടസ്സപ്പെട്ടു. ഭരണപരമായ ഈ അരക്ഷിതാവസ്ഥ ഇന്ത്യ വിഭജനമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളെയും എത്തിച്ചു. 46-ൽ നവംബർ 9-ന് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിനായുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി യോഗം ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായും പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സഭയിലെ ഏറ്റവും നിർണായകമായ വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ബംഗാളിൽ നിന്നാണ് അദ്ദേഹം സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ ഭാവി നിയമവ്യവസ്ഥയുടെ ശില്പിയായി അദ്ദേഹം മാറുകയായിരുന്നു. ജാതിരഹിതവും നീതിപൂർവമായ ഒരു നവഭാരതം കെട്ടിപ്പടുക്കാൻ ഭരണഘടനയിലൂടെ അദ്ദേഹം അടിത്തറയിട്ടു. ഡിസംബർ 13-ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം സഭയിൽ നിയമമായി മാറി. സ്വാതന്ത്ര്യ സമരം ഡൽഹിയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരനായ കർഷകനും തൊഴിലാളികളും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരുന്നു. തേഭാഗ സമരം ബംഗാളിൽ. വിളവെടുക്കുന്ന ധാന്യത്തിന്റെ 2/3 ഭാഗവും കർഷകന് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം. മുസ്ലിം ലീഗും കോൺഗ്രസും സ്വാധീനമില്ലാത്ത ഗ്രാമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ വലിയ പ്രക്ഷോഭമായിരുന്നു ഇത്. തെലങ്കാന സമരം. നിസാമിന്റെ ഭരണത്തിന് കീഴിലുള്ള ഫ്യൂഡൽ ഭൂ ഉടമകൾക്കെതിരെ കർഷകർ നടത്തിയ സായുധ പോരാട്ടം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഗറില്ല പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ പരിഷ്കാരങ്ങൾക്കെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെയും തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വല പോരാട്ടം. 100 കണക്കിന് തൊഴിലാളികൾ ഇതിൽ രക്തസാക്ഷികളായി. രാജഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ സമരം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും സൈന്യത്തിനുള്ളിലെ കലാപങ്ങളും വർദ്ധിച്ചതോടെ ബ്രിട്ടീഷുകാർ ഒരു കാര്യം ഉറപ്പിച്ചു: ഇന്ത്യയിൽ ഇനി അധികകാലം തുടരാനാകില്ല. 1947 ഫെബ്രുവരി 20-ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തി. 1948 ജൂൺ 30-ന് മുൻപായി ബ്രിട്ടൻ ഇന്ത്യ വിടും. അധികാരം ആർക്ക് കൈമാറണം എന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും ഇന്ത്യ വിടാനുള്ള തീയതി അദ്ദേഹം നിശ്ചയിച്ചു. ലോർഡ് വേവലിനെ മാറ്റി പുതിയ വൈസ്രോയായി ലോർഡ് മൗണ്ട് ബാറ്റനെ നിയോഗിക്കുകയും ചെയ്തു. ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ അനിശ്ചിതാവസ്ഥയും ഒരേ സമയം പുതിയ പ്രത്യാശയും നൽകി. ഇന്ത്യൻ മണ്ണ് വിഭജനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വക്കിൽ നിൽക്കുന്ന ഈ നിമിഷത്തിൽ
ഭാരതത്തിന്റെ മാപ്പിൽ പുതിയ അതിർവരമ്പുകൾ വീഴാൻ ഇനി മാസങ്ങൾ മാത്രമായിരുന്നു ബാക്കി. അപ്പോൾ ഇത്രയും നേരം മോണോലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി എഴുതി അറിയിക്കുക.